ഏറെക്കുറെ മനുഷ്യന്മാർക്കൊക്കെ പണി കിട്ടുന്നത് പല ടൈപ്പിലായിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് ഇന്ന് എണീച്ചതും കിട്ടിയ പണി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എണീച്ച സമയമില്ലേ ഗൈസ്, അതായിരുന്നു ആ ടൈമിലാണ് എനിക്ക് പണി കിട്ടിയത്. സാധാരണ ഞാൻ നേരത്തെ എണീക്കുന്നതാണ്, ഒരു 7:30 മാക്സിമം 8 മണി, അതിനകത്ത് ഞാൻ എണീക്കും കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 10 മണിയാവാൻ 15 മിനിറ്റ്. കാരണം 9:45 ഞാൻ എണീച്ചത്. അപ്പം എൻ്റെ ബാക്കിൽ ശ്രീക്കുട്ടനും എണീച്ച് വന്നു. ഉണ്ണിക്കുട്ടനെ കാണാണ്ടായപ്പോൾ ഞാൻ വേഗം പോയി നോക്കിയതാ കേട്ടോ. ഉണ്ണിക്കുട്ടൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ പക്ഷേ ലേറ്റ് ഇട്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ എണീക്കുകയും ചെയ്തു കേട്ടോ. ഇരുട്ടത്തായിരുന്നു ഉണ്ണിക്കുട്ടൻ. ഞാൻ പിന്നെ ലേറ്റ് ഇട്ട് നോക്കിയപ്പോൾ ഉണ്ണിക്കുട്ടൻ എണീക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാൻ വേഗം പോയി വെള്ളം കുടിച്ചു. പിന്നെ വേഗം ചെടപടേന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർക്ക് ദോശയാണ് ആക്കി കൊടുത്തത്. ദോശ വേഗം എളുപ്പ പരിപാടിയാണ്. ലേറ്റ് ആകുമ്പോഴൊക്കെ നമ്മൾ ദോശയൊക്കെ ദൈവത്തിനെ പോലെ തോന്നും. മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വേഗം അങ്ങ് ആക്കാമല്ലോ. പിന്നെ ഉണ്ണിക്കുട്ടൻ പറഞ്ഞു, നമ്മൾ ഇപ്പിയൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതാണല്ലോ, പിന്നെ എന്താ മേടിച്ച് തരാത്തതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങ് പോയി വേഗം ഫ്രഷപ്പായി റെഡിയായി. ഞാനും ഉണ്ണിക്കുട്ടനും കൂടെ അങ്ങ് കടയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴാണ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കീ എടുക്കാൻ വിട്ടുപോയി വണ്ടിയുടെ. അങ്ങനെ ഓടിപ്പോയി വണ്ടിയുടെ കീ ഒക്കെ എടുത്ത് ഞാൻ ഉണ്ണിക്കുട്ടനും അങ്ങ് ഷോപ്പിങ്ങിന് പോകാൻ തീരുമാനിച്ചു കേട്ടോ. പക്ഷെ അവനെയും കൊണ്ട് കടയിൽ പോകുന്നതല്ലേ ഗൈസ്, അവന് എല്ലാ സാധനങ്ങളും ആവശ്യം വരും. അവൻ പക്ഷേ അത്രയ്ക്കൊന്നും വാശി പിടിക്കുന്ന ഒരു ടൈപ്പല്ല. പക്ഷെ ഇപ്രാവശ്യം അവന് ന്യൂട്ടെല്ല വേണമെന്ന് പറഞ്ഞങ്ങ് വാശിയായിരുന്നു കേട്ടോ. അവൻ വാശി പിടിച്ച ഒരു കാരണം കൊണ്ട് തന്നെ അത് മേടിച്ചും കൊടുത്തില്ല. പിന്നെ അവന് വേണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് പോകുന്നത് ഒരു സാധനത്തിലായിരിക്കും, അവിടെ എത്തുമ്പോൾ പ്ലാൻ മാറും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പിക്കല്ലേ വന്നത്, അപ്പോൾ ഞാൻ നിനക്ക് ഇപ്പി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. കുറച്ച് സാധനങ്ങളെ മേടിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങ് പോയി മേടിക്കുകയും ചെയ്തു. കാരണം സ്കൂട്ടി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും കൂടെ ഒരുമിച്ച് അങ്ങ് മേടിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു മാസത്തെ ഷോപ്പിങ്ങൊക്കെ നമ്മൾ ഒരുമിച്ച് ഞാൻ പാർട്ടായിട്ട് അത് ഒരു ട്രിപ്പ് പോയി മേടിക്കും. പിന്നെ കുറച്ച് ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് സാധനങ്ങളും മേടിക്കും. കാരണം എല്ലാം കൂടെ എനിക്ക് വണ്ടിയിൽ വെച്ചിട്ട് വരാൻ ബാലൻസ് കിട്ടില്ല കേസ്, അതുകൊണ്ടാണ്. പിന്നെ അരിയെല്ലാം മേടിച്ച് അതിനെ അങ്ങ് ബില്ലാക്കി കേട്ടോ. പിന്നെ വേറൊരു ഷോപ്പിലാണ് പോയത് അരിപ്പൊടിയൊക്കെ മേടിക്കാൻ. ഞാൻ ഉപയോഗിക്കുന്ന ബ്രാൻഡ് നമ്മൾ നേരത്തെ പോയൊരു ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അരിപ്പൊടീനെ കുറച്ച് പരസ്യമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അരിപ്പൊടി മേടിച്ച് വീടെത്തി. അപ്പോഴുണ്ടോ ശ്രീക്കുട്ടൻ പറയാം, അമ്മ എന്താ അരി മില്ലിൽ പോയി കുത്തിയെടുത്ത് മേടിച്ചിട്ട് വന്നതാണ്, ഇത്രയും സമയമൊന്നും കൂടി കേട്ടപ്പില്ല ഗൈസ്. അവനിങ്ങനെ പറയുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ ശരിക്കും തളർന്നു പോയി. ഇന്നത്തെ ദിവസം ശരിക്കും ഒരു 3G അടിച്ച ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.